provincial autonomy. Listen, in 1935, the government introduced a new act. The country was divided into 11 provinces. The provinces would have their own government based on elections. The Congress took part in the elections and won a majority in 7 provinces. Congress ministries were created in most of them. നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റില് നമ്മൾ പറയാറുണ്ട് എന്താ, നമുക്ക് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് ഇന്ത്യയിൽ? എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? there are 29 സ്റ്റേറ്റ്സ് അല്ലേ? 20. എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. ഇവിടെ പറയണ പ്രൊവിൻഷ്യൽ ഓട്ടോണമി. എന്താ പ്രൊവിൻഷ്യൽ ഓട്ടോണമി നോക്കാം. In 1935, the government introduced a new act. 1935 ഗവൺമെന്റ് ഒരു ന്യൂ ആക്ട്, ഒരു പുതിയ ആക്ട് കൊണ്ടുവന്നു. The country was divided into 11 provinces. എന്താ ആക്ട്? In 1935, government introduced a new act. That is, the country divided into 11 provinces. അതായത് കൺട്രീനെ എന്തായാലും 11 പ്രോവിൻസുകളായി തിരിക്കുക. മനസ്സിലായോ? അതാണ് ആ ആക്ട്. 1935 ആക്ട് പ്രകാരം ഇന്ത്യയെ 11 പ്രോവിൻസസ് ആയി തിരിക്കാം. The provinces would have their own government based on elections. ഓരോ പ്രോവിൻസിലും എന്തുണ്ടാവും? ഒരു ഗവൺമെന്റ് ഉണ്ടാവും. എലക്ഷൻ നടത്തി ആണ് തീരുമാനിക്കുക. എലക്ഷനെ ബേസ് ചെയ്യുന്ന ഓരോ പ്രോവിൻസിനും എലക്ഷനെ ബേസ് ചെയ്ത ഒരു ഗവൺമെന്റ് ഉണ്ടാവും. അപ്പൊ ഒരു കൺട്രീനെ മൊത്തമായി 11 തിരിച്ചിട്ട് 11 പ്രോവിൻസിനും ഓരോ ഗവൺമെന്റ്, അതായത് ഇലക്ഷൻ ബേസ്ഡ് ഗവൺമെന്റ്. The Congress took part in the elections and won a majority in 7 provinces. എന്താ പറഞ്ഞേ? കോൺഗ്രസ് took part in the elections and won majority. 1935 നടന്ന ആ ഒരു ആക്ടില് 11 പ്രോവിൻസുകളായി തിരിച്ചു. എന്നിട്ട് 11 പ്രോവിൻസിലും ആരാ ജയിച്ചത്? കോൺഗ്രസ്സുകാർ ജയിച്ചു അല്ലെ? കോൺഗ്രസിന് മെജോറിറ്റി കിട്ടി. അതായത് കൂടുതൽ. മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പകുതിയിൽ കൂടുതൽ. അപ്പൊ മെജോറിറ്റി കിട്ടിയത് കോൺഗ്രസിനാണ്. അങ്ങനെ കോൺഗ്രസ് ജയിച്ചു. കോൺഗ്രസ് മിനിസ്ട്രീസ് were created the most of them. അങ്ങനെ കോൺഗ്രസ് മിനിസ്ട്രി, മന്ത്രിസഭ ആരുടേതായി? കോൺഗ്രസിന്റേതായി അല്ലെ? ഇപ്പൊ 11 ആളുണ്ടെങ്കിൽ അതിൽ 6 കിട്ടിക്കഴിഞ്ഞാൽ ആരായി? 6 കിട്ടിക്കഴിഞ്ഞാൽ ആരാ മജോറിറ്റി അല്ലെ? കോൺഗ്രസിന്. അപ്പൊ 6 സീറ്റ് കിട്ടിയപ്പോ 6 മജോറിറ്റി കോൺഗ്രസിന്റേതായി. ഇത്രയാണ് പറഞ്ഞത് പ്രൊവിൻഷ്യൽ ഓട്ടോണമിയിലെ. in 1935 government introduced a new act. Then the country was divided into 11 provinces and each province has its own government based on election. On that election, Congress won. Congress had a majority. Congress won a majority in 11 provinces. Clear? കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ, സെക്കൻഡ് വേൾഡ് വാർ, അതായത് 2ാം ലോക മഹായുദ്ധം. The Congress ministers did excellent work in the provinces. However, in 1939, the Second World War broke out and England declared war on Germany. India was dragged into the war without being consulted. The Congress ministers in the provinces resigned in protest. The Congress ministers, അതായത് കോൺഗ്രസിലെ മന്ത്രിമാരെ, എക്സലന്റ് വർക്ക് ഇൻ ദ പ്രോവിൻസസ്. നന്നായി ഓരോ പ്രോവിൻസിന് വേണ്ടി നന്നായി അവര് വർക്ക് ചെയ്തു. However, എന്നിരുന്നാൽ 1939 in 1939 സെക്കൻഡ് വേൾഡ് വാർ ബ്രോക്ക് ഔട്ട്. അങ്ങനെ കോൺഗ്രസ് മിനിസ്ട്രീസിൽ നല്ലൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. in 1939 1939 2ാം ലോക മഹായുദ്ധം എവിടെ ഉണ്ടായത്? ഇംഗ്ലണ്ട് ഡിക്ലെയർഡ് വാർ ഓൺ ജർമ്മനി. എന്ത് ചെയ്തു? ഇംഗ്ലണ്ട് എന്ത് പ്രഖ്യാപിച്ചു? ജർമ്മനിയോട് യുദ്ധം പ്രഖ്യാപിച്ചു. മനസ്സിലായോ? in 1939 ഫസ്റ്റ് വേൾഡ് വാർ ബ്രോക്ക് ഔട്ട്. ഇംഗ്ലണ്ട് ഡിക്ലെയർഡ് വാർ ഓൺ ജർമ്മനി. ജർമ്മനിയായിട്ട് യുദ്ധം. Then India was dragged into the war without being consulted. The Congress ministers in the provinces resigned in the protest. അങ്ങനെ ആ ഒരു പ്രൊട്ടസ്റ്റിലെ കോൺഗ്രസ് മന്ത്രിമാർ എന്ത് ചെയ്തു? റിസൈൻ ചെയ്തു, അല്ലെങ്കിൽ രാജിവെച്ചു. ഒന്നുകൂടെ പറയാം. സെക്കൻഡ് വേൾഡ് വാർ, the Congress ministers did excellent work in the provinces. Then at that time in 1939 First World War broke out. England declared war on Germany.
war on Germany, India dragged into the war without being consulted. Then the Congress ministers resigned from the government. ആ ഗവൺമെന്റിൽ നിന്ന് കോൺഗ്രസ് മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്തു? രാജിവെച്ചു. മനസ്സിലായില്ലേ? ഒന്നാം ലോകമഹായുധം പൊട്ടിപ്പുറപ്പെട്ട ഏത് വർഷമാണ്? 1939. ഒന്നാമല്ല, സോറി, രണ്ടാം ലോകമഹായുധാണ്. ഒന്നാമല്ല, മാറിപ്പോയി. സെക്കൻഡ് വേൾഡ് വാർ. ഫസ്റ്റ് അല്ല, സെക്കൻഡ് വേൾഡ് വാർ. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എപ്പോഴായിരുന്നു? 1857 അല്ലേ? നെക്സ്റ്റ് വൺ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. എന്താ ക്വിറ്റ് എന്ന് പറഞ്ഞാല്? ക്വിറ്റ് മീൻസ് വിടുക, ലീവ് ചെയ്യുക. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് ഇന്ത്യ വിടുക. അതായത് ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാരോട് പറയണത് ക്വിറ്റ് ഇന്ത്യ, നിങ്ങൾ ഇന്ത്യ ഒഴിവാക്കുക, ഇന്ത്യയിൽ നിന്ന് പോവുക. അതാണ് ക്വിറ്റ് എന്ന് പറഞ്ഞ അർത്ഥം. നോക്കാം. In 1942, the Congress passed a resolution asking the British to quit India. The British arrested Gandhiji and other Congress leaders. Gandhiji's message to the people was do or die. It means either win freedom or we die for it. എന്താ പറഞ്ഞേ? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്ന കാര്യം ആരെയാണ്? ഗാന്ധിജിനെയാണ് അല്ലെ? In 1942, Congress passed a resolution asking the British to quit India. 1942 ഒരു കോൺഗ്രസ്സുകാര് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. എന്താ റെസൊല്യൂഷൻ? റെസൊല്യൂഷൻ എന്താണ്? ആസ്കിങ് ബ്രിട്ടീഷുകാരോട് പറയണത് ക്വിറ്റ് ഇന്ത്യ, നിങ്ങൾ ഇന്ത്യ വിട്ടു പോവുക അല്ലെ? ക്വിറ്റ് ഇന്ത്യ, നിങ്ങൾ ഇന്ത്യ ഉപേക്ഷിച്ച് പോവുക എന്ന ആശയവുമായ ഒരു റെസൊല്യൂഷൻ അവർ 1942 കോൺഗ്രസ്സുകാർ പുറത്തിറക്കി. The British arrested Gandhiji and other Congress leaders. Gandhiji's message to the people was do or die. അങ്ങനെ 1942 ക്വിറ്റ് ഇന്ത്യ എന്ന ആശയവുമായി കോൺഗ്രസ്സുകാർ മുന്നോട്ട് വന്നിട്ട് ആ ഒരു വിപ്ലവത്തിലെ ഗാന്ധിജിനെയും അതുപോലെ കുറച്ച് കോൺഗ്രസ് ലീഡേഴ്സിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ജോസി കേൾക്കുന്നുണ്ടോ? കോൺഗ്രസ്സുകാരെയും ഗാന്ധിജിനെയും അറസ്റ്റ് ചെയ്തു പോലീസ്. ആ സമയത്ത് ഗാന്ധിജി ഇവർക്ക് ഒരു സന്ദേശം കൊടുക്കണം. എന്താ? ഡു ഓർ ഡൈ. ഡു ഓർ ഡൈ. എന്താ ഡു ഓർ ഡൈ എന്ന് പറഞ്ഞാല്? ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അല്ലെ? അതിന്റെ അർത്ഥം എന്താ? ഡു ഓർ ഡൈ എന്ന് പറഞ്ഞാൽ എന്താ? either we win or die for it. either we win freedom. ഒന്നുകിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടുക നമ്മള്, അല്ലെങ്കിൽ എന്ത് ചെയ്യാ? സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മള് മരിക്കുക. മനസ്സിലായോ? എന്താ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് മനസ്സിലായോ? Quit India movement. In 1942, Congress passed a resolution asking the British to quit India. Quit India from here. Then the British arrested Gandhiji and other famous Congress leaders when they were activated. Then they were participated. Then at that time, Gandhiji gave the message. Gandhiji gave the message to the people. എന്താ? ഡു ഓർ ഡൈ. നിങ്ങൾ എന്ത് ചെയ്യാ? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡു ഓർ ഡൈ? either we win for freedom. either we win freedom or we die for it. ഒന്നുകിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കുക. അപ്പൊ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ കൊടുത്ത സന്ദേശം എന്താ? ഡു ഓർ ഡൈ. ജോസിയെ, ഡു ഓർ ഡൈ. ക്ലിയർ? What is the meaning of do or die? Either we win freedom or we die for it. ഒന്നുകിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ എന്താ? സ്വാതന്ത്ര്യം നേടാനുള്ള മത്സരം അതില് നമ്മൾ മരിക്കുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ മരിക്കുക. നെക്സ്റ്റ് പാരഗ്രാഫ്. Quit India movement spread all over the country. People gathered in cities and villages and destroyed symbols of British power, such as post offices, railway stations and police stations. എന്താ പറഞ്ഞേ? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഗാന്ധിജി. ജോസി ഇനി അവിടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്താട്ടെ. എന്താണ് പരിപാടി? ഞാനൊന്നും ചെയ്യുന്നില്ല പക്ഷേ അനിയത്തി വന്നിട്ടുണ്ട്. ഇപ്പൊ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ലോകം മുഴുവൻ എന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്തു. Quit India movement spread all over the country. People gathered cities and villages, destroyed symbols of British power. എന്ത് ചെയ്തു?
ലോകം മുഴുവൻ അല്ലെങ്കിൽ ആ ഭാഗം മുഴുവൻ എന്ത് പടർന്നു? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നുള്ള ആ ഒരു ആശയം സ്പ്രെഡ് ചെയ്തു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്പ്രെഡ് ചെയ്തപ്പോ ഇവരെന്ത് ചെയ്യുന്നു അറിയോ? എല്ലാ ഏരിയയിലും, അതായത് എല്ലാ വില്ലേജസിലും സിറ്റീസിലും ഒക്കെ ബ്രിട്ടീഷുകാരുടെ സിമ്പൽ തകർത്തു. ബ്രിട്ടീഷുകാർ ഓരോ സിമ്പൽ വെച്ചിട്ടുണ്ടാവുമല്ലോ അവരുടെ, ആ സിമ്പൽ മുഴുവൻ ഇവര് തകർത്തു. സച്ച് ആസ് പോസ്റ്റ് ഓഫീസസ്, റെയിൽവേ സ്റ്റേഷൻ ആൻഡ് പോലീസ് സ്റ്റേഷൻ. അതായത് പോസ്റ്റ് ഓഫീസും പോലീസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും ഇങ്ങനെയുള്ള എല്ലാ സിമ്പൽസും ഇന്ത്യക്കാർ തകർത്തു. അപ്പൊ എന്താ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറഞ്ഞാല്? ഇൻ 1942 കോൺഗ്രസ് പാസ്ഡ് എ റെസൊല്യൂഷൻ ആസ്കിംഗ് ബ്രിട്ടീഷ് ടു ക്വിറ്റ് ഇന്ത്യ. Then Gandhiji and his some famous Congress leaders was arrested by the police. Then at that time Gandhiji given the message to the people, do or die. Do or die means either we win freedom or we die for it. ഒന്നുകിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടുക അല്ലെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കുക. Then Quit India movement spread all over the country. All people gathered gathered cities and villages and destroyed the symbols of the British. ബ്രിട്ടീഷുകാരുടെ എല്ലാ സിംബൽസും such as post office, police station, railway station, etc. were destroyed. എല്ലാം തകർത്തു. മനസ്സിലായില്ലേ? Next one, Indian National Army. Indian National Army. The Indian National Army എന്ന് പറഞ്ഞാല് around this time Netaji Subhash Chandra Bose formed the Indian National Army in Japan. He organized a trained army of 10,000 soldiers. It was Netaji who gave us the slogans Jai Hind and Dilli Chalo. Netaji believed that the British would not leave India unless force was used. The Indian National Army, നോക്കിയാട്ടെ, അറൌണ്ട് ദിസ് ടൈം, ഈ സമയത്ത് ഏകദേശം നമ്മുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തു? ഇന്ത്യൻ നാഷണൽ ആർമി ഫോം ചെയ്തു. അപ്പം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫൗണ്ടർ ആരാ? ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി? നേതാജി സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. around this time Netaji Subhash Chandra Bose formed the Indian National Army in Japan. എവിടെയാ ജപ്പാനില്. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി ജപ്പാനിൽ സ്ഥാപിച്ചു. ഈ ഓർഗനൈസ്ഡ് എ ട്രെയിൻഡ് ആർമി. അദ്ദേഹം എന്ത് ചെയ്തു? 10,000 പട്ടാളക്കാരുടെ അടങ്ങുന്ന ഒരു ട്രെയിൻഡ് ആർമീനെ ഓർഗനൈസ് ചെയ്തു. ഈ ഓർഗനൈസ്ഡ് ട്രെയിൻഡ് ആർമി വിത്ത് 10,000 സോൾജേഴ്സ്. ഏകദേശം 10,000 ആൾക്കാരടങ്ങുന്ന 10,000 പട്ടാളക്കാരുള്ള ഒരു ട്രെയിൻഡ് ആർമി ഓർഗനൈസ് ചെയ്തു. Then Netaji who gave us the slogans Jai Hind. അവർ എന്താ? നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്താ സ്ലോഗൻ കൊടുത്തത്? അദ്ദേഹം എന്ത് സ്ലോഗനാണ് കൊടുത്തത്? ജയ് ഹിന്ദ് അല്ലെ. ജയ് ഹിന്ദ് ആൻഡ് ദില്ലി ചലോ. ജയ് ഹിന്ദ് ആൻഡ് ദില്ലി ചലോ ആർ ദ സ്ലോഗൻസ് ഓഫ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. Then Netaji believed that the British would not leave India unless force was used. എന്താ പറഞ്ഞേ? നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്താ വിചാരിച്ചേ? ബ്രിട്ടീഷുകാർ ഒരിക്കലും ഇവിടുന്ന് പോകുമെന്ന് വിചാരിച്ചോ? ഇല്ല അല്ലെ. ഒന്നും കൂടെ പറയാം. ഇന്ത്യൻ നാഷണൽ ആർമി was formed by Netaji Subhash Chandra Bose in Japan. Then Subhash Chandra Bose organized a trained army of 10,000 soldiers. 10,000 ആൾക്കാരുടെ ഒരു ട്രെയിൻഡ് ആർമി അവിടെ അദ്ദേഹം ഓർഗനൈസ് ചെയ്തു. Netaji Subhash Chandra Bose gave us the slogans of Dilli Chalo and Jai Hind. ജയ് ഹിന്ദ് അല്ലെങ്കിൽ ദില്ലി ചലോ, ഈ 2 സ്ലോഗൻസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ജനങ്ങൾക്ക് നൽകിയത്. മനസ്സിലായോ? വായിച്ചു നോക്കിയാട്ടെ പെട്ടെന്ന്.
ലാസ്റ്റ് ഒന്നും കൂടെ നമുക്കുണ്ട്. എന്താ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, അതായത് സ്വതന്ത്ര ഇന്ത്യ. എന്ത് കിട്ടി? സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഇന്ത്യനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു അല്ലേ? നോക്കാം. After the war, elections to the provincial legislatures were held. The Congress formed ministries in all provinces where it had held office earlier. The British were now aware that Indians would not be satisfied with anything but freedom. The British policy of divide and rule had been successful, and now the situation was beyond anyone's control. Hindu-Muslim disturbances occurred in many places. It was decided to divide India two separate countries, India and Pakistan, after which the British would leave. Gandhiji's dream, United India, in which Hindus and Muslims would live like brothers, was shattered. On 15th August 1947, India became an independent country. Pandit Jawaharlal Nehru became the first Prime Minister of India. More than 6 decades have passed since we achieved freedom. We have fought for wars and faced threats from terrorism and communism. Yes, we stand united because the people who India want to live together in one country. എന്താ പറഞ്ഞേ? ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യ അല്ലെ? അതായത് ഈ വാറിലൊക്കെ ഒരുപാട് യുദ്ധങ്ങൾ നടത്തി അല്ലെ? 1857 മുതൽ അവർ യുദ്ധം തുടങ്ങിയതാ. എന്തിനു വേണ്ടി? സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അങ്ങനെ ലാസ്റ്റ് ഈ ബ്രിട്ടീഷുകാർ ഒന്നുകൊണ്ടൊന്നും എന്താ അറിയോ? ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. എന്താ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന് പറഞ്ഞാല് ഭിന്നിപ്പിച്ച് ഭരിക്കുക, അതായത് രണ്ടായി തിരിക്കുക. ഇന്ത്യ ഈസ് ഡിവൈഡഡ് ഇൻ ടു, എന്ത്? ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ഓർ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, അങ്ങനെ രണ്ടായി തിരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ രണ്ടായി തിരിക്കുമ്പോ എന്താ? പാകിസ്ഥാനിൽ കൂടുതൽ ആരാ ഉള്ളത്? മുസ്ലിംസ് ആണ്. ഇന്ത്യയിൽ കൂടുതൽ ആരാ ഉള്ളത്? ഹിന്ദുസ് ആണ്. അങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കുമ്പം എന്ത് വരും? മുസ്ലിം ഹിന്ദു എന്നുള്ള ഒരു വർഗീയത അവിടെ വരും അല്ലെ? അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു എന്ത് വേണ്ട? ഓൾ ആർ ഇന്ത്യൻസ്, എല്ലാവരും എന്താണ്? ഓൾ ആർ ബ്രദേഴ്സ്. ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലെ? എല്ലാവരും ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇന്ത്യക്കാരെല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് വേണ്ട? ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഒന്നും വേണ്ട. അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ഇന്ത്യൻ പാകിസ്ഥാൻ എന്നുള്ള ഒരു ഡിവിഷൻ ഇവിടെ വേണ്ട. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 നമുക്ക് ബ്രിട്ടീഷുകാരിൽ എന്ത് കിട്ടി? സ്വാതന്ത്ര്യം കിട്ടി. മനസ്സിലായോ? In 1947 August 15 we got freedom from Britishers. Then Pandit Jawaharlal Nehru became the first Prime Minister of India. അങ്ങനെ 1947 സ്വാതന്ത്ര്യം കിട്ടി. ആദ്യത്തെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ആരെ തെരഞ്ഞെടുത്തു? ജവഹർലാൽ നെഹ്റുവിനെ തെരഞ്ഞെടുത്തു. മനസ്സിലായോ? 1947 August 15 we got freedom from Britishers and Jawaharlal Nehru became the first Prime Minister of India. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയാട്ടെ പെട്ടെന്ന്. ഒച്ചത്തിൽ ആരെങ്കിലും ഒരാൾ വായിക്കോ? ഇന്നെടുത്തത് എഡുവിനെ വായിച്ച മോനെ. പ്രൊവിൻഷ്യൽ ഓട്ടോണമി. provincial autonomy ഓട്ടോണമി അല്ല, പ്രൊവിൻഷ്യൽ ഓട്ടോണമി. പ്രൊവിൻഷ്യൽ ഓട്ടോണമി. In 1935 the government introduced a new act. The country was divided into 11 provinces. The province would have their own government based on elections. The Congress took part in elections and women majority in 7 provinces. Congress ministries were created in most of them. The Second World War. The Congress ministry did excellent work in province. However, in 1939 the Second World War broke out and England declared war on Germany. India was dragged into war without beginning.
consolidate the Congress ministry in the province registered in Portos. The Quit India movement. In 1942, the Congress passed a resolution asking the British to quit India. The British arrested Gandhiji and other Congress leaders. Gandhiji's message to the people was do or die. It means we win freedom or we die for it. The Quit India movement spread all over the country. People gathered in cities and villages and destroyed symbols of British power such as post office, railway station and police station. The Indian National Army. Around this, Okay, please stop there, this Mone. time, ഒരു മിനിറ്റ് ജോസി ബാക്കി വായിച്ച മോളെ. ഇന്ത്യൻ നാഷണൽ ആർമി. Indian National Army. Around this time, മുഹമ്മദ് കേൾക്കുന്നുണ്ടോ? മുഹമ്മദേ, ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ. National Army in Japan. He organized the trained army of 10,000 soldiers. It was Netaji who gave us the slogan Jai Hind and ദില്ലി ചലോ. Delhi ചലോ. Hello. Netaji believed that the British would not leave India unless Force was used. force was used. Independent India. Independent war- India. പറഞ്ഞേ ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറഞ്ഞേ. Independent India. After the war, election to the Provincial legislatures. provincial legislators were high. The Held. Congress formed a minister in all provinces were it has held offices. It had held office earlier. Held office earlier. The British were now aware that the Indians would not be satisfied with anything but freedom. The British police. മതി അടുത്തയാള്. പ്ലീസ് സ്റ്റോപ്പ്. നെക്സ്റ്റ് വൺ ആരാ? ലക്ഷ്മി പ്രിയ. The British policy of divine rule had been successful and now the situation was beyond anyone's control. Hindu-Muslim disturbances occurred in many places. It was decided to divide India into two separate countries, India and Pakistan, after which the British would leave. Gandhiji's dream of a united India in which Hindus and Muslims would live like brothers was shattered. On 15 August 1947, India became an independent country. Pandit Jawaharlal Nehru became the first Prime Minister of India. More than 6 decades have passed since we achieved freedom. We have fought 4 wars and faced threats from terrorism and communalism. Yet we stand united because the people of India want to live together in one country. ഓക്കെ, സ്റ്റോപ്പ് ദ. അപ്പൊ നമ്മുടെ ഈ ലെസൺ കഴിഞ്ഞു. അതിന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാൻ പറ്റുമോ? അതുപോലെ മാച്ച് ദ കോളം.
ചെയ്യാൻ പറ്റുമോ? സമയം ഉണ്ടല്ലോ ചെയ്തോ. എന്നാ ചെയ്തോ, തനിയെ ചെയ്തോ മക്കള് തനിയെ. ഒന്നാമത്തത് ഡാഷ് വാസ് ഗാന്ധിജീസ് ആൻസർ ടു ദ ജാലിയൻ വാലാബാഗ് massacre. Dash was Gandhiji's answer to the Jallian Wala Bagh massacre. സത്യാഗ്രഹം. എന്താ സത്യാഗ്രഹം. കേൾക്കുന്നില്ല മോനെ? സത്യാഗ്രഹം. സത്യാഗ്രഹ, കറക്റ്റ്. സത്യാഗ്രഹ. Satyagraha was Gandhiji's answer to the Jallianwala Bagh massacre. Jallianwala Bagh massacre എന്നപ്പോൾ അദ്ദേഹം പ്രതികരിച്ച എങ്ങനെയാ? സത്യാഗ്രഹം ചെയ്തിട്ടാണ് അല്ലേ? രണ്ടാമത്തത് ഡാഷ് ആൻഡ് ഡാഷ് were the leading revolutionaries. രണ്ട് റവല്യൂഷണറീസിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സത്യാഗ്രഹ സ്പെല്ലിംഗ് SATYAGRAH പറഞ്ഞുതരാ. സത്യാഗ്രഹ SATYGRAH സത്യാഗ്രഹ. രണ്ടാമത്തത് ഡാഷ് ആൻഡ് ഡാഷ് were the leading revolutionaries. രണ്ട് റവല്യൂഷണറീസിന്റെ പേര് എന്തൊക്കെയാ? ചന്ദ്രശേഖർ ആസാദ്. ആരാ മ്യൂട്ട് ചെയ്യാത്ത ആള്? ചന്ദ്രശേഖർ ആസാദ്, AZAD, ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ് അല്ലെ? BHAGAT, ഭഗത് സിംഗ്, SINGH, ഭഗത്. Dash and dash. Hello. Chandrasekhar Azad and Bhagat Singh were the leading revolutionaries. Third one, the Second World War was broke out in. Second World War തുടങ്ങിയത് ഏത് വർഷ? broke out ചെയ്ത് പൊട്ടിപ്പുറപ്പെട്ടത് എപ്പോഴാ? 1939. Very good. 1939. അടുത്തത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഫോംഡ് ദ ഡാഷ് ഇൻ ജപ്പാൻ. എന്താ തുടങ്ങിയത് ഇദ്ദേഹം? നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്താ തുടങ്ങിയേ? ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെങ്കിൽ INA, ഇന്ത്യൻ നാഷണൽ ആർമി ഇൻ ജപ്പാൻ. ഇൻ ജപ്പാൻ. ജപ്പാൻ കൂടെ എഴുതണേ. ഇന്ത്യൻ നാഷണൽ ആർമി ഇൻ ജപ്പാൻ. JAPAN, ജപ്പാൻ. നെക്സ്റ്റ് വൺ, ഓൺ ഡാഷ് ഇന്ത്യ became an independent country. എപ്പോഴാ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്? 1947. 15th August 1947. Okay. ഓക്കെ ആയില്ലേ? നമ്മുടെ ടൈം കഴിയാറായി. അപ്പൊ എന്ത് ചെയ്യാ? ടെക്സ്റ്റ് നന്നായി വായിക്കണേ മക്കളെ. ടെക്സ്റ്റ് നന്നായി വായിക്കാട്ടാ. ആൻസർ കിട്ടിയില്ലേ? ഓക്കെ. ബൈ ബൈ. See you in the next class. Bye bye.